തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എന്തിനാ വിളിച്ചത്? നിന്റെ മനസ്സിനെന്തോ പ്രയാസമുള്ളത് പോലെ ഉണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല. എനിക്കറിയാത്തതല്ലോ എൻ്റെ മോളെ. നിന്റെ മുഖമൊന്ന് മാറിയാൽ എനിക്ക് മനസ്സിലാവും. എന്താ കാര്യം? ഒന്നുമില്ല ഡാഡി. ഞാൻ നിന്റെ ശത്രുവല്ല എന്ന് തോന്നൽ നിനക്കുണ്ടെങ്കിൽ എന്തും നിനക്കെന്നോട് പറയാം. അത് അദ്ദേഹം വേറൊന്നുമല്ല. ഇപ്പോ പഴയതുപോലല്ല എന്നൊരു തോന്നല്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടില് കള്ളം കയറിയിരുന്നു. അതെന്നോട് പറഞ്ഞില്ല. ഇനി ഞാൻ അമ്മയെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത്. സാധാരണ ഇങ്ങനെ അല്ല അദ്ദേഹം. എല്ലാം എന്നോട് പറയുന്നതാ. എന്തുകൊണ്ട് ഇത് മാത്രം ഒഴിവാക്കിയെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഇത് മാത്രമുള്ളൂ പ്രശ്നം? അതോ വേറെന്തെങ്കിലും കൂടെ ഉണ്ടോ? വേറെ പറഞ്ഞോ. ഒരച്ഛനെന്നുള്ള നിലയിൽ എല്ലാം എനിക്ക് മനസ്സിലാവും. ഈയിടെയായിട്ട് എൻ്റെ അടുത്ത് ചെറിയൊരു അകൽച്ച ഉണ്ടോന്നൊരു സംശയം. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. തോന്നലല്ല, അതാണ് സത്യം. അകൽച്ചുള്ളത് കൊണ്ടാണല്ലോ നിരഞ്ജന്റെ വീട്ടിൽ നടന്നതെന്നും അയാൾ നിന്നെ അറിയിക്കാതിരുന്നത്. നിരഞ്ജൻ മാറുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ അത് വിശ്വസിച്ചില്ല. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? എല്ലാം നിന്റെ തെറ്റാ. നിയന്ത്രിക്കേണ്ട സമയത്ത് നീ നിയന്ത്രിച്ചില്ല. ഞാൻ ഓരോന്നും പറഞ്ഞു തരാൻ തയ്യാറായിരുന്നു, പക്ഷേ നീ ഒന്നും അനുസരിക്കാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരാളായിരുന്നില്ലല്ലോ ഡാഡി. ഒരു മനുഷ്യന് മാറാൻ എത്ര സമയം വേണം? ഒരാണിന്റെ മാറ്റം ഒരു പെണ്ണിനേക്കാൾ വേഗത്തിൽ മറ്റൊരാണിന് മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാ ഞാൻ നിന്നെ ഉപദേശിക്കാൻ തുടങ്ങിയത്. പക്ഷേ നീ അത് കേട്ടില്ല. സാരമില്ല. എന്താണ് നിരഞ്ജന്റെ പ്രശ്നമെന്ന് നീ ചോദിച്ച് മനസ്സിലാക്കണം. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പരിഹാരം കാണാമല്ലോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നിരഞ്ജനോട്ട് വഴക്കുണ്ടാക്കരുത്. ഈ സമയത്ത് വഴക്കല്ല, അടുപ്പമാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ഇതൊരു ബുദ്ധിമുട്ടായില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പ്രേമിച്ചയെ തിരിച്ചു കിട്ടിയതിലും അതിന് ഞാനൊരു കാരണമായതിലും ഒക്കെ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രേമിച്ച് പഴയ അവസ്ഥയിലാവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ ശ്രമിക്കുന്നത്. അതില് എനിക്കൊരു ചെറിയ പങ്ക് വഹിക്കാൻ പറ്റിയതില് ചാരിതാർത്ഥ്യം മാത്രമേ എനിക്കുള്ളൂ. ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷം. സത്യത്തില് ദേവിക ഉള്ളതാ എൻ്റെ ഒരു ബലം. അങ്ങോട്ട് വരാവോ? എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? അല്ല, ശല്യാങ്കി തിരിച്ചു വെക്കോളാം. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ഞാനെന്തിനു വരണം? ഞാൻ ആ വീട്ടിൽ ആരും അല്ലല്ലോ. മണവാളനും ഭാവി മണവാട്ടിയൊക്കെ ഇടവും വലവും നിന്ന് ശുശ്രൂഷിക്കാൻ ഉള്ളപ്പോ നമ്മളൊക്കെ എന്ത്?
ആരുടെയെങ്കിലും കണ്ണി പെടുവോ? അതാ ഇതുവരെ വരാതിരുന്നെ. ഇപ്പൊ വരാൻ കാരണം? അതെ, നീ ചോദിക്കണ്ട, ഇങ്ങനെ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ മറുപടി പറയാം. ഞാൻ ചോദിക്കേണ്ടത് തന്നെയാ ദേവിക ചോദിച്ചത്. എന്നാ കേട്ടോ, ഇപ്പൊ വന്നത് എന്റെ മനസാക്ഷിക്ക് മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയാ. പ്രേമിച്ചെ കാണാതായപ്പോ എന്നെ സംശയിച്ചവരെ ഇക്കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിരപരാധിയായിരുന്നു എന്ന് അവർക്കെങ്കിലും മനസ്സിലാവണമല്ലോ. അതാണ് വന്നത്. എന്തിനാണെങ്കിലും നീ വന്നല്ലോ, സന്തോഷം. വല്ലാത്തൊരവസ്ഥയിലാ എന്റെ ചേച്ചി. പഴയതൊന്നും ഓർമ്മയില്ല, ആരെയും തിരിച്ചറിയുന്നു പോലുമില്ല, സംസാരശേഷിയുമില്ല. കഷ്ടം, കർമ്മഫല. ഇങ്ങനെയൊക്കെ സംഭവിക്കാനും മാത്രം ഒരു പാപം എന്റെ ചേച്ചി ചെയ്തിട്ടില്ല. എന്നെ അറുത്ത് മുറിച്ചു മാറ്റി ആ സ്ഥാനത്ത് ഇവളെ പ്രതിഷ്ഠിക്കാൻ ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ചത് ആരാ? അതുപോലെ പാപമായിട്ട് എന്റെ ശാപ. അതാ അവരിപ്പോ അനുഭവിക്കുന്നത്. നിങ്ങളും അനുഭവിക്കും.